ഇന്നലെയായിരുന്നു സൂപ്പർ എയ്റ്റിനെ തുടക്കം കുറിച്ചത്. പക്ഷെ ഇന്നലെ പാകിസ്ഥാൻ ന്യൂസിലൻഡ് കളി മഴയിൽ ഒലിച്ചുപോയി. ഇന്നാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ആരംഭിക്കുന്നത്. എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ്. പക്ഷെ ഇതുവരെ ഇന്ത്യ കളിച്ച പോലെ നാളെ കളിച്ചാൽ പണി കിട്ടും എന്ന് ഉറപ്പാണ്. കാരണം ശക്തരായിട്ട ടീമാണ്. ഇന്ത്യക്ക് ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ടീമാണ് വരുന്നത്. പാകിസ്ഥാനെതിരെ പോലും ഇന്ത്യ ജയിച്ചെങ്കിലും പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചെറിയ ടീമിന് പോലും ഇന്ത്യ ആധികാരികമായി തോൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ശർമ്മയാണെങ്കിൽ കളിച്ച 3 കളിയിലും ഡെക്കാണ്. ഇപ്പോൾ ഇതാ ഇന്നത്തെ മാച്ചില് മാറ്റങ്ങളാണ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത്. സഞ്ജു ഫാൻസിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് തലവേദന ആയിരിക്കുന്ന ബാറ്റിങ്ങിന്റെ കാര്യത്തിലാണ്. അഭിഷേക് ശർമ്മ, തിലക് വർമ്മ ഈ 2 ബാറ്ററും ഔട്ട് ഓഫ് ഫോം ആണ് ഇപ്പോൾ. എന്നാൽ ഇഷാൻ കിഷനും മാച്ച് ബാറ്റിംഗാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ തിലക് വർമ്മ ടെസ്റ്റാണ് T20 കളിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച പോലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും കളിച്ച തോൽവി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീർ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മാച്ചിൽ സഞ്ജു കളിക്കും എന്ന കാര്യം ഉറപ്പാണ്. ചിലപ്പോൾ അഭിഷേകിന് പകരം സഞ്ജു ആയിരിക്കും കളിക്കുന്നത്, അല്ലെങ്കിൽ തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു ഓപ്പണിങ്ങിൽ വരാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് 1 ഡൗണിൽ കളിക്കാം. എന്തായാലും സഞ്ജു ഇന്ന് കളിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഇന്ത്യയുടെ പ്ലേയിങ് നോക്കാം. അഭിഷേക്, സഞ്ജു, ഇഷാൻ, സൂര്യ, പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, റിങ്കു സിംഗ്, ശിവം ദുബെ, ബുംറ, വരുൺ ചക്രവർത്തി, അക്ഷദീപ്. ഇതായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് 11. ഹർദിക് പാണ്ഡ്യ. ഇതായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.